ഇന്നൊരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഒരു മാലാഖ കുറേ ആളുകളെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ കുറേയേറെ കുരിശുകൾ, പല വലുപ്പത്തിലുള്ള കുരിശുകൾ ഇങ്ങനെ നിലത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. മാലാഖ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുരിശ് ഇതിനകത്ത് നിന്ന് എടുക്കാം. അവരെല്ലാവരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുരിശുകൾ എടുത്തു. മിക്കവാറും എല്ലാവരും തന്നെ വലിയ വലിയ കുരിശുകൾ എടുത്തു, കാരണം സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ബിരുദൻ, അവൻ വിചാരിച്ചു, എന്തിനാണ് ഈ കുരിശെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്നത്? അതുകൊണ്ട് അവൻ ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഒരു കുരിശ് കണ്ടുപിടിച്ചു. പോക്കറ്റിലിടാവുന്ന സൈസിലുള്ളൊരു കുരിശ്. അവൻ അതുമായി എല്ലാവരുടെ ഒപ്പം നടന്നു. മാലാഖ ചെറുതായിട്ട് പുഞ്ചിരിച്ചു. കുറേ ദൂരം ചെന്നപ്പോൾ അങ്ങ് അകലെ അവരിങ്ങനെ കണ്ടു സ്വർഗത്തിൻ്റെ കവാടം, മനോഹരമായ കവാടം. അത് കണ്ടപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമായി. അവരെല്ലാവരും തങ്ങളുടെ കുരിശുമൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകാൻ ഇങ്ങനെ ഒരുങ്ങി നിന്നപ്പോൾ മാലാഖ പറഞ്ഞു, നിൽക്ക്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ സ്വർഗത്തിലേക്ക് ചെല്ലുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു കിടങ്ങുണ്ട്. ആ കിടങ്ങ് കടന്നു വേണം സ്വർഗത്തിലേക്ക് പോകാനായിട്ട്. ആ കിടങ്ങ് കിടക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുരിശ്, ആ കുരിശ് കിടങ്ങിൻ്റെ മുകളിൽ പാലമായി വെച്ച് അതിലൂടെ വേണം സ്വർഗത്തിലേക്ക് കടക്കുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് ബാക്കി എല്ലാവരും സന്തോഷഭരിതരായി. കാരണം അവരുടെ കയ്യിലുള്ള കുരിശൊക്കെ വലുതായിരുന്നു. തൻ്റെ കയ്യിൽ ഏറ്റവും ചെറിയ കുരിശ് എടുത്തുകൊണ്ട് വന്ന ആ മനുഷ്യൻ, അയാൾ വളരെ ദുഃഖിതനായി തിരിച്ചു പോകേണ്ടി വന്നു. കാരണം അയാളുടെ കുരിശ് വളരെ ചെറുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ നമ്മുടെ ഈ നോമ്പ് കാലത്ത് നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. നമ്മുടെ കുരിശുകളെ നമ്മൾ സന്തോഷത്തോടെ എടുക്കുക. അതെത്ര വലുതാണെങ്കിലും ആ കുരിശുകൾ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ആമേൻ.